കേരളത്തിൽ CPM-നോട് ഏറ്റവും വൈരാഗ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ MP നികേഷ് കുമാർ ആകാൻ സാധ്യതയുണ്ട്. സ്വന്തം അച്ഛനെ അതുപോലെ വേട്ടയാടി പമ്പുകുളത്തൽ കേന്ദ്രത്തിന് തീയിട്ട് നിയമസഭയിൽ MP രാഘവനെ തല്ലി അയാളെ രാഷ്ട്രീയ വേട്ടയും കായികമായിട്ട് ആക്രമിക്കുകയും അതുപോലെ കുടുംബ എല്ലാ രീതിയിലും ആക്രമിച്ച രാഷ്ട്രീയ ശത്രുക്കളെ പുറത്തു നിന്ന് പോരാടി തോപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അകത്ത് കയറി പോരാടി തോപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അച്ഛനോട് കാണിച്ചതിന്റെ പക തീർക്കാൻ അദ്ദേഹം അകത്ത് കയറിയ പാർട്ടിയെ അകത്തുനിന്ന് തുരങ്കം വെച്ച് തീർത്ത് കളയാൻ പരാജയപ്പെടുന്ന PR-കൾ അതാണ് തെളിയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന സ്ട്രാറ്റജി അടുത്ത തെരഞ്ഞെടുപ്പിൽ എടുത്താൽ പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അത് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ തിയറിയുടെ ഭാഗമാണ്. ഇവർക്ക് പറ്റുന്ന അബദ്ധം അതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. സർക്കാരിന് അനുകൂലമായിട്ട് ആളുകൾ ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ മാത്രമാണ് വിസിബിൾ ആകുന്നുള്ളൂ. പ്രതിപക്ഷത്തിന് സാമൂഹ്യ അകലം പാലിക്കണം, പുറത്തിറങ്ങാൻ പറ്റില്ല, സമരങ്ങളുണ്ടില്ല, പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ആളുകളുടെ മുമ്പിലേക്ക് സർക്കാരും സർക്കാരിന്റെ പ്രതിനിധികളും വിസിബിലിറ്റി വരികയും പ്രതിപക്ഷത്തിന്റെ വിസിബിലിറ്റി കുറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പല സാഹചര്യങ്ങളും എല്ലാം കൊണ്ടും കിറ്റ് കൊടുക്കുന്നു, കോവിഡിനെ പിടിച്ചു കെട്ടി എന്നുള്ള PR വരുന്നു, 19 സീറ്റിൽ RSSന്റെ പിന്തുണ കിട്ടുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഇലക്ഷൻ അവർ ജയിച്ചത്. അവർ വിചാരിച്ചു ഈ PR പ്രചരണങ്ങളിൽ ജയിക്കാം, ഇത് ഒരു സ്ഥിരം പരിപാടിയാക്കാമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പക്ഷെ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ഇവർക്ക് വെല്ലുവിളിക്കാൻ പറ്റൂല. ആളുകളുടെ ഓർമ്മയാണ് ഇവർ വെല്ലുവിളിച്ചത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും കിറ്റ് അപ്രത്യക്ഷമായി. പെൻഷൻ നിങ്ങളുടെ അവകാശമല്ലെന്ന് പറഞ്ഞു, DA നിങ്ങളുടെ അവകാശമല്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. PPE കിറ്റും മാസ്കും പർച്ചേസ് ചെയ്തതിൽ 1000 കോടി രൂപയുടെ അഴിമതി നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ KK ശൈലജ പറഞ്ഞു എനിക്കറിയില്ല, പിണറായി വിജയൻ കൂടി ആലോചിച്ചെന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കും അറിയില്ല. 1200 കോടി രൂപയുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അഴിമതി, 1650 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിക്കുന്ന ഷെൽഫ് ലൈഫ് കഴിഞ്ഞ മരുന്ന് മനുഷ്യരെ കൊണ്ട് തീറ്റിച്ച തട്ടിപ്പ്, ഇങ്ങനെ ഓരോന്നും. ഇന്ത്യയിൽ മഹാരാഷ്ട്ര 12.5 കോടി ജനങ്ങളുള്ള, അത് കഴിഞ്ഞ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവരെ എന്താ പിടിച്ചു കിട്ടിയത്? ഇവർ വൈറോളജി ലാബ് കൊണ്ടുവരുന്നു, PR നടത്തി. ലാബ് വന്നില്ലല്ലോ. അമീബിക് മസ്തിഷ്ക ജ്വരവും നിപ്പയും പിടിച്ചു കെട്ടി, കോവിഡ് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞു. ഒന്നും പിടിച്ചു കെട്ടിയില്ലെന്ന് മാത്രമേ എല്ലാം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അന്നത്തെ PR അപ്പോൾ തട്ടിപ്പായിരുന്നില്ലേ? ഇവിടെ സിനിമകൾ വരെ ഇറങ്ങി, പ്രൊപ്പഗാൻഡ സിനിമകൾ വരെ ഇറങ്ങി. വൈറസ് പടർന്നു പിടിക്കുമ്പോൾ രംഗത്ത് ചാടി ഇറങ്ങുന്ന ആരോഗ്യമന്ത്രി ഇതെല്ലാം പിടിച്ചു കെട്ടുന്ന സിനിമ ഇറങ്ങി. എല്ലാവരും കൈയടിച്ചു. സിനിമയ്ക്ക് ശേഷം സർക്കാർ തുടർച്ച കിട്ടി. എന്തുണ്ടായി? അന്ന് പറഞ്ഞ എല്ലാം കള്ളമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കൽ പരാജയപ്പെട്ട സ്ട്രാറ്റജി ഇവർ വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു അപ്പാപ്പനെ വിളിച്ചുകൊണ്ടിട്ട് ഇവർ പൈസ കൊടുത്തിട്ട് MP ഗോവിന്ദന് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ പറയണം നിങ്ങൾ വന്നാലേ പെൻഷൻ കിട്ടുള്ളൂ എന്ന്. ഏത് 6 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോൾ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട് കേരളത്തിൽ. പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്ത ആളുകളുണ്ട്, ഹൈക്കോടതി പോയ ആളുകളുണ്ട്. ഹൈക്കോടതി പോയപ്പോൾ സർക്കാർ പറഞ്ഞത് നിങ്ങളുടെ അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യാന്നാ. അപ്പോഴാണ് ഒരു അപ്പാപ്പനെ കൊണ്ട് ഈ PR നടത്തിച്ചത്. സത്യം പുറത്തു വന്നില്ലേ?